വൈക്കത്തെ വഴിയോര കച്ചവടക്കാരെ അന്യായമായി ഒഴിപ്പിക്കുന്ന നഗരസഭയുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ AITUCയുടെ നേതൃത്വത്തിൽ വൈക്കം നഗരസഭ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് നഗരസഭ ഗേറ്റിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണാ സമരം AITUC ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VK സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഉപജീവനത്തിനായി മറ്റു മാർഗങ്ങളില്ലാതെ വഴിയോര കച്ചവടം നടത്തുന്ന സാധാരണക്കാരായ തൊഴിലാളികളെയും അതിന്റെ നേതാക്കളെയും പോലീസിനെയും മറ്റും ഉപയോഗിച്ച് അടിച്ചമർത്താനുള്ള നഗരസഭയുടെ തീരുമാനം തീപ്പെട്ടികൊണ്ട് തലചൊറിയുന്ന നടപടിയാണെന്നും ഭരണഘടന അനുശാസിക്കുന്ന അവകാശം അവർക്ക് ലഭ്യമാകാതെയും തൊഴിലാളി പ്രതിനിധികളുമായി ചർച്ച നടത്താതെയും ഏകപക്ഷീയമായി നഗരസഭ ഇത്തരം നടപടികളുമായി മുന്നോട്ടു പോയാൽ അതിനെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് VK സന്തോഷ് കുമാർ പറഞ്ഞു. ഓരോ പട്ടണ പ്രദേശങ്ങളിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും കോർപ്പറേഷനുകളാണെങ്കിലും ഇവരുടെ താല്പര്യം ഈ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ തൊഴിൽ നിന്ന് അട്ടിയോടിപ്പിക്കുന്നതിനല്ല, അവരുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി സ്ട്രീറ്റ് വെൻഡിംഗ് കമ്മിറ്റി എല്ലാ നഗരസഭകളിലുമുണ്ട്. അവരാണ് ഇതിന്റെ പരിശോധന നടത്തേണ്ടത്, അവരാണ് ഇവർക്ക് കാർഡ് കൊടുക്കുന്നത്, ലൈസൻസ് കൊടുക്കുന്നത്. അതെല്ലാം ഈ മുനിസിപ്പാലിറ്റിയിൽ കുറെ അധികം തൊഴിലാളികൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് യാത്രക്കാർക്കോ മറ്റാർക്കോ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ കച്ചവടം നടത്തുന്ന സാഹചര്യം ഉണ്ടായാലോ അതെല്ലാം പരിശോധിക്കപ്പെടേണ്ടത് ഈ വെൻഡിംഗ് കമ്മിറ്റിയാണ്. അതിനുവേണ്ടിയാണ് തൊഴിലാളി പ്രതിനിധികളടക്കമുള്ള കമ്മിറ്റിയുള്ളത്. അതെല്ലാം നിലനിൽക്കുമ്പോഴും ആ കമ്മിറ്റി ഒന്നും വിളിച്ചുകൂട്ടാതെ ഏകപക്ഷീയമായി മുനിസിപ്പൽ അധികൃതർ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറായില്ല. ഞാൻ സൂചിപ്പിച്ചു, ഇവിടെ 3 വട്ടം AITUCയുടെ നേതൃത്വത്തിൽ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ഈ മുനിസിപ്പൽ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയുണ്ടായി. അപ്പോൾ എല്ലാവരും പറയുന്നത് ഞങ്ങൾ ഒരു ചർച്ചയ്ക്ക് പോലും പറയാൻ തയ്യാറല്ല. എന്ത് ജനാധിപത്യമാണ് ഇതെന്ന്? വെള്ളരിക്ക പഠനമാണോ? തൊഴിലാളികൾ ഒരു ആവശ്യം ഉന്നയിച്ചാൽ അവരുടെ P. സുഗതൻ അധ്യക്ഷത വഹിച്ചു. നാളെ മുതൽ ചൊറിയാൻ വരരുത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടുത്തെ വഴിയോര കച്ചവടക്കാരെ കുറിച്ച് ചിന്തിക്കുമ്പോഴും കാണുമ്പോഴും എല്ലാം വൈക്കത്തെ മുനിസിപ്പൽ ഭരണാധികാരികൾക്ക് ഭയങ്കര ഏതാണ്ട് ശരീരത്തിൽ ചൊറിഞ്ഞണം മുട്ടിയതുപോലുള്ള ചൊറിച്ചിലാണ് അവർക്ക്. ആ ചൊറിച്ചിലാണ് വൈക്കത്തെ പോലീസുകാരെ ഉപയോഗിച്ച് ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരുടെ മുതുകത്ത് കയറാൻ വന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പൊ കൈയെല്ലാം വെച്ച് കെട്ടി പാർട്ടി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയോട് നിൽക്കുക. എന്നാലൊന്നും തല പോയാലും ഞങ്ങൾ ഈ കാര്യത്തിന് പുറകോട്ട് പോകില്ല. മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ വെച്ച് ഇന്ന് പറയുന്നത് ഇതിനു മുമ്പ് പറയാൻ വന്നതുപോലല്ല. മേലാൽ ഇത്തരം ഏർപ്പാടുമായി ഇങ്ങോട്ട് വരരുത്. ഈ ചൊറിച്ചില് ഇന്ന് തുടങ്ങിയതല്ല. 1985 മുതൽ 2010 വരെ ഇന്ത്യയിലെ ഇതുപോലുള്ള പലർക്കും, ഇന്ത്യയിൽ പല ഭരണാധികാരികൾക്കും ഉണ്ടായ ചൊറിച്ചില് അത് പരിഹരിച്ചത് 2010 നമ്മുടെ 2010 സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായതിനു ശേഷമാണ്. ആ വിധി എന്നാണെന്ന് നമ്മുടെ രാജ്യത്തെ ഈ എറണംകട്ട മുനിസിപ്പാലിറ്റിക്കാർ അവിടുത്തെ ലൈബ്രറിയിൽ ഒന്ന് എടുത്തു നോക്കണോ? ആ നിയമം എന്നാന്നൊന്ന് പഠിക്കുക, അതിന്റെ പേജൊന്ന് മറിച്ച് നോക്കുക. എന്താണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്? 2 കാര്യങ്ങൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അത് വൈക്കം മുനിസിപ്പാലിറ്റി ഉദ്ദേശിച്ച് മാത്രമല്ല, ഇന്ത്യയിലെ മൊത്തം വഴിയോരങ്ങളിൽ കച്ചവടം ചെയ്ത് ഉപജീവനം നടത്തുന്ന ലക്ഷോപലക്ഷം മനുഷ്യനെ, പാവപ്പെട്ട മനുഷ്യന്റെ മുഖത്ത് നോക്കി അവരുടെ ദൈനംദിന ജീവിതം കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഇനി മേലാൽ അവരുടെ മുതുകത്താരും കയറണ്ട. അവർ സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞു, ജീവിക്കാൻ മാർഗമില്ലാതെ AITUC നേതാവ് ജെറാഡ് D. രഞ്ജിത് കുമാർ, ജോൺ V. ജോസഫ്, ബിജു V. കണ്ണേഴൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നേതാക്കളും പ്രവർത്തകരും വഴിയോര കച്ചവട തൊഴിലാളികളും അടക്കം 100 കണക്കിന് പേർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. എൻലൈറ്റ് ന്യൂസ്, വൈക്കം. വഴിയോര